എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റെസിപ്പി ഗുലാബ് ജാമുണിൻ്റേതാണ്. ഇത് ഞാൻ സൂജി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗുലാബ് ജാമുനാണ്. നമ്മുടെ ഇതിൻ്റെ ഔട്ടർ പാർട്ടാണ് നല്ല ക്രിസ്പി ആയിരിക്കും, ഇന്നർ പാർട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു ഗുലാബ് ജാമുനാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാമേ. അധികം തരിതരിയായിട്ടുള്ള സൂചി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പം നല്ല തരിതരിപ്പായിട്ടുള്ള കട്ടിയുള്ള സൂചിയാണെന്നുണ്ടെങ്കിൽ അതും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. ഈ സമയത്ത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിരുന്നു. അതിലേക്ക് 3 കപ്പ് ഫുൾ ക്രീമുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇത് നന്നായിട്ട് തിളച്ച് കിട്ടണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാമേ. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യും അപ്പോൾ ഉരുകി യോജിച്ച് പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പൊടിച്ചു വെച്ചേക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറേശ്ശായിട്ട് ഇനി നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് തീയെ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇനി ഇതൊട്ടും കട്ടയില്ല, അത് നന്നായിട്ട് നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, കട്ട ഒട്ടും ഉണ്ടാവാൻ പാടില്ലേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ റവ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. ഒരു മാവ് പരുവത്തിലായിട്ട് നമുക്കിത് കിട്ടും. അതാണ് ആവശ്യവും. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല, റവ നന്നായിട്ട് വെന്തും കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ ഒരു മാവ് പരുവത്തിൽ ആക്കിയെടുക്കണം. അതിന് ശേഷം ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം അത് ഒരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു അരമണിക്കൂറത്തേക്ക്. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് വെന്തും കിട്ടും, ഇത് കുറച്ച് തണുത്തും കിട്ടും. തണുത്തതിന് ശേഷം നമുക്ക്, അതായത് ഫുള്ളായിട്ട് തണുത്തതിന് ശേഷമല്ല, നമ്മുടെ കൈയിട്ടൊന്ന് കുഴയ്ക്കുന്ന പരുവം വരെ ഒരു തണുപ്പാകണം ഇത്. ഇപ്പം ഞാനിത് അടച്ചു മാറ്റി വെച്ചു. അരമണിക്കൂർ അത് അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് ഞാൻ വേറൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇത് പഞ്ചസാര ലായനി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊരു 2.5 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 കപ്പ് വെള്ളവും അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 2.5 കപ്പ് പഞ്ചസാര ചേർക്കുന്നെങ്കിൽ 2.5 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര ലായനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ 5-6 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തു. അതേപോലെ സാഫ്രോണിൻ്റെ സ്ട്രാൻസ് ഉണ്ടല്ലോ, അതും 5-6 ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഓപ്ഷണലാണ്, അതായത് സാഫ്രോൺ ഓപ്ഷണലാണ്. കാർഡമം പക്ഷേ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ, അപ്പോഴേ നല്ല ഫ്ലേവറും നല്ല രുചിയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് തിളച്ച് 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനത് അടച്ച് മാറ്റി വെച്ചു. ഇപ്പോൾ ഞാൻ റവ എടുത്ത് നോക്കി. നമ്മളുടെ മാവ് ഏകദേശം കൈയൊക്കെ ഇട്ട് കുഴയ്ക്കാവുന്ന പരുവത്തിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ടൊന്നുകൂടെ നമ്മൾ കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണേ. അത് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു 2-3 മിനിറ്റോളം, കുറച്ച് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് വേണമെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആവും ഒന്നുകൂടെ. അതിനുശേഷം ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ ഉരുളകളോ അല്ലെ സിലിണ്ടർ ഷേപ്പിലോ ആക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഒരു ചീൻചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ചൂടായാച്ചാൽ മാത്രം മതിയേ. അപ്പോൾ ഒരു ചെറിയ ഉരുള ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല, അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ചൂടായിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് വേണം നമ്മൾ ഈ ബോളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അധികം ചൂട് ഉണ്ടാവാൻ പാടില്ല ഇതിന്. അതേപോലെ വറക്കുന്ന സമയത്ത് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ടുമേ. ഇനി നമ്മൾ ഈ ഓയിലിനകത്ത് സ്പൂൺ ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ബോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുരുണ്ട് നല്ലതായിട്ട് ഈവനായിട്ട് അതാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ആയിട്ട് കിട്ടും. ബോളയിൽ ഡയറക്റ്റായിട്ട് നമ്മളിട്ട് ഇളക്കുവാണെങ്കിൽ ചിലപ്പം കീറലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 8-9 മിനിറ്റോളം ആവശ്യമായിട്ട് വരും നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേ ഒരു ബ്രൗൺ കളറിൽ നമുക്കിത് കിട്ടണം. എന്നാലേ പഞ്ചസാര പാനിയിൽ ഇട്ടതിന് ശേഷവും നല്ല കൃത്യമായിട്ട് ഗുലാബ് ജാമുൻ്റെ അതേ കളറിലൊക്കെ ഇരിക്കത്തുള്ളേ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതും ഞാൻ ഇതേപോലെ വറുത്തെടുത്തു. പഞ്ചസാര പാനിയിൽ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസാണ്. അതിനുശേഷം വറുത്തത് ഡയറക്റ്റായിട്ട് അതിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അത് അടച്ചു മാറ്റി വയ്ക്കുക. ഇത് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴേക്കും നമ്മുടെ ഈ ബോൾസ് എല്ലാം നന്നായിട്ടും പഞ്ചസാര ലായനി അബ്സോർബ് ചെയ്ത് വലിയ വലിയ ബോളുകളായിട്ട് നല്ല രുചികരമായ ഗുലാബ് ജാമുൻ കഴിക്കാൻ പാകത്തിന് തയ്യാറായിട്ടിരിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.